നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഡിന്നറിനാണെന്നുണ്ടെങ്കിലും ഒക്കെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബൺ ദോശയുടെ റെസിപ്പി നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പോളം പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂണോളം ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വാഷ് ചെയ്തെടുത്തതിന് ശേഷം നിറയെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 4 മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് വെക്കാം. 4 മണിക്കൂറിന് ശേഷം അരി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് അവലും 1/4 കപ്പിന് തേങ്ങ ഒന്ന് ചിരവി എടുത്തിട്ടുള്ളതും ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് ഈ ഒരു തിക്നെസ് ആണ് വേണ്ടത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 8 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 8 മണിക്കൂർ ആയപ്പോഴേക്കും മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്കും താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ പേലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ടൊന്ന് പൊട്ടി വരുമ്പോൾ 1 ടേബിൾ സ്പൂണോളം ഉഴുന്നുബോളും കൂടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം 3 പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് മാവിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ളൊരു കല്ലാണ് ചൂടാക്കി എടുത്തിട്ടുള്ള ഇതിന് താഴ്ഭാഗത്ത് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. നോൺ സ്റ്റിക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇനി അതിലേക്ക് ഒരു 1.5 തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് അടിച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് 3 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേന് ഏകദേശം ഇത് ഉറച്ച് വന്നിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മുകൾ ഭാഗം കൂടി 1 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബൺ ദോശ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി റെസിപ്പീസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ ഫ്രം റെസിപ്പീസ് കിച്ചൺ.